लक्षद्वीप के मछुआरों को रोजी रोटी के लिए काफी मुश्किलों से जूझना पड़ रहा है। उनका कहना है कि मछलियों के लिए कोल्ड स्टोरेज नहीं होने और बाजारों तक ले जाने के साधन नहीं होने की वजह से उन्हें परेशानी उठानी पड़ रही है। परिवार चलाने के लिए मछली पकड़ने वाली कुछ नावें सैलानियों को समुद्र में सैर कराती नजर आती हैं या फिर समुद्र किनारे खड़ी रहती हैं। പിന്നെ മാസിനാണെങ്കിൽ വിലയില്ല, പിന്നെ മീനിനാണെങ്കിൽ ഇവർ ഈ പുറത്തുനിന്ന് വരുന്ന ബോട്ടുകാർ അവരെത്ര പൈസ പറയുന്ന ആ പൈസക്ക് നമ്മൾക്ക് മീൻ കൊടുക്കേ പറ്റത്തുള്ളൂ. നമുക്ക് മീൻ കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചോയ്സും ഇല്ല. കരയിലേക്കാണെങ്കിൽ ഷിപ്പില്ല, പിന്നെ ഫ്ലൈറ്റിനാണെങ്കിൽ ടിക്കറ്റ് ഇല്ല, എന്നുവെച്ചാൽ കാർഗോ എടുക്കുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ വേറെ സോഴ്സ് ഇല്ലല്ലോ. शहरों तक जाने वाली नावें और कलेक्शन बेसल कम आने की वजह से मछुआरे टूना मछलियों को सुखाकर मांस बनाने को मजबूर हैं। അപ്പൊ അന്നന്ന് വരുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ ഒരു ഫിഷറീസ് സംബന്ധമായിട്ട് ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫിഷ് ഇവിടെ ഒരു ഐസ് പ്ലാന്റ് പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് സൂക്ഷിക്കാൻ പറ്റുന്ന വലിയ ഐസ് ബോക്സ് ഒക്കെ പോലത്തെ സംവിധാനമൊന്നും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വരാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ ദ്വീപിലത്തെ ജനങ്ങളൊക്കെ ഒരു ദുരിതത്തിലേക്കും ഒരു പൈസ കിട്ടാത്ത ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നത്. मछुआरों का कहना है कि वे टूरिज्म से जुड़े प्रोजेक्टों का स्वागत करते हैं, लेकिन ऐसा उनकी रोजी रोटी की कीमत पर नहीं होना चाहिए। ടൂറിസം തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് വേണം, അതൊരു വികസന പാതയാണ്. പിന്നെ അത് വെച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കുള്ള എങ്ങനെയുള്ള ടൂറിസം ആണെങ്കിലും അത് ചെയ്യണം, അതിന് വേണ്ടി മുൻകൈ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. द्वीप पर ईंधन की ऊंची कीमतें भी मछुआरों के लिए बड़ी रुकावट हैं। मछली पालन विभाग के अधिकारी समस्या पर बोलने को तैयार नहीं हुए, लेकिन उन्होंने बताया कि अगत्ती में एक कोल्ड स्टोरेज चालू हालत में है, लेकिन मछुआरे उसका इस्तेमाल नहीं करते हैं।